ஐயா அந்த பிள்ளை குட்டியால 4 பேருக்கு மத்தியில வச்சு அவமானப்படுத்தணும்னா அந்த மாயன் ஜெயிச்சு காட்டணுங்கிறதோ என்னுடைய ஆசை இல்லை. 4 ஏழை விவசாயிங்க சந்தோஷமா இருக்கணுங்கிறதுக்காக வேலைய தொடர்ந்து விட இதை செஞ்சேன். ஐயா எனக்கு மாய இந்த மாதிரி சூழ்ச்சி தெரியாதுங்க. ஐயா നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തേവർ മകൻ മൂവിയിലെ നെക്സ്റ്റ് സീൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇന്റർവൽ പാർട്ട് വെർ വി സ്റ്റോപ്പ് ലാസ്റ്റ് ടൈം. സോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ആ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ഒരു ഓവർ ഇമോഷൻ സംഭവങ്ങളൊക്കെ അവരതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ആ ഒരു പാർട്ട് വെച്ചത്. ബട്ട് ദർ വാസ് lots of areas where നമ്മൾ വിറ്റ്നസ് ചെയ്തു ആ ഒരു പെർഫോമൻസ് അവരുടെ രണ്ടുപേരുടെയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശിവാജി ഗണേശൻ സർ, അദ്ദേഹത്തിന്റെ മൂവീസ് പണ്ടത്തെ മൂവീസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടേക്കുന്നത് രണ്ടാമത്തെ മൂവിയാണ്. സോ അപ്പോ ആ ഒരു നാച്ചുറൽ വേ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിങ് സംഭവം നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് അല്ലെ. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു മരിച്ച ആ ഒരു സീൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആ കാലഘട്ടത്തിലും ലൈക്ക് were scenes like this എന്ന് എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് മരിക്കുന്നതിന് മുന്നേ വരെ ആ അഭിനയിക്കാന്ന് പറയാം, അതായത് മരിക്കുന്ന ആ ഒരു സമയം വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കാണിക്കുന്നത് അങ്ങനെയാണ്, അതായത് ഞാൻ മരിക്കാൻ പോവാണെന്നുള്ള ഒരു ഷോട്ട് ഒരു സെക്കൻഡ് മുന്നേ കാണിച്ചിട്ടാണ് ആ മരിക്കുന്നത്. അവിടെ വരെ നമ്മളടുത്ത് ആ ഒരു ആക്ടർ കൺവേ ചെയ്യാണ് ഞാൻ മരിക്കാൻ പോവാണ്. അത് ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. അത് ഏകദേശം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് കൂടുതൽ. കാരണം നമ്മള് കൂടുതൽ കണ്ടേക്കുന്ന ഒരു 95 കഴിഞ്ഞുള്ള മൂവീസ് ആണ് കൂടുതൽ അല്ലെ. ബിക്കോസ് ബിഫോർ 95, 91 മൂവീസ് ഒക്കെ ഭയങ്കര റെയർ ആയിട്ടായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടർ നമുക്ക് എടുത്തു പറയണം. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു വേ ആയിരുന്നു എന്ന് തോന്നുന്നത്. ബിക്കോസ് വി ഓൾസോ ഹാവ് നോട്ട് വിറ്റ്നസ് മച്ച് ഓഫ് ഹിസ് മൂവീസ്. കണ്ടിരിക്കുന്ന 1-2 മൂവീസ് കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി താഴ്വാരം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് കുറെ അധികം നമ്മൾ ഇതിനകത്ത് ബ്രില്യന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് വിറ്റ്നസ് ചെയ്യുന്നത്. മോർ ദാൻ ചിലപ്പോ ആ ഒരു സീനൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സീനൊക്കെ നമ്മൾ വേറെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ in this it is different feel നമുക്ക് തരുന്നത്. സോ ആ ഒരു എന്താ പറയാ ബ്രില്യൻസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മോർ ദാൻ എ സ്റ്റോറി എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. ഭരതൻ സാറിന്റെ ടച്ച് വന്ന എവിടെയാന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം കാണിച്ചിട്ടുള്ള ഓരോ സീനും ഭരതൻ സാറിന്റെ ഫുള്ളി ആ ഒരു നമ്മൾ സിഗ്നേച്ചർ പതിപ്പിക്കുന്നത്. കാരണം വെച്ചാല് ഇമോഷനെ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഒരു ബീജിയം കൊടുത്ത് ആ ഒരു ഫീൽ ഒരു സോങ്ങിലൂടെ ഇങ്ങനെ മെല്ലെ കുറച്ച്, അതും സോങ് ഫുൾ ആയിട്ടിട്ടില്ല, കുറച്ച് മാത്രം ഇട്ടു. അതിനുശേഷം എഗെയിൻ ആ മ്യൂസിക്കലി തന്നെയാണ് രണ്ടാമത്തെ തലമുറയിലോട്ടുള്ള ജനറേഷൻ കാണിക്കുന്നത്. അത് ആള് നേരെ ആ ഒരു സീറ്റിലോട്ട് ഇരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു സീൻ നമ്മൾ കംപ്ലീറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ജെക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലൈക്ക് ഹി വാസ് വെരി ഷോക്ക് ടു സീ കമൽ ഹസൻ സർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആ ഒരു റോളിൽ ആക്ട് ചെയ്ത് ആ ഒരു മൊമെന്റില്. ബിക്കോസ് നിങ്ങൾ കണ്ടിരിക്കുന്ന മൂവിയിലെ കമൽ സാർ എന്ന് പറയുന്ന ആ ഒരു കുറച്ചൊന്നൊരു ആ ഒരു ചിലപ്പോ ദാറ്റ് മൈറ്റ് ബി ഹിസ് ഫാൻസ് അല്ലെങ്കിൽ അവർക്ക് അത് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ ഒരു സംഭവം. പക്ഷെ ഈ ഒരു സംഭവത്തിൽ അത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് മറ്റേ നമ്മളെ ഡാമിന്റെ സീന് കണ്ടപ്പോഴേ കുറച്ചും കൂടി അത്, കാരണം അവിടെയൊക്കെ ഒരു കൺട്രോൾ സംഭവം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കാരണം കമൽ സാറിനെ ഞാൻ കണ്ടേക്കണേ, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അത് കുറെ ആൾക്കാർക്ക് ഇതുണ്ടാവും. പക്ഷെ പാപനാശം എന്ന് പറഞ്ഞ മൂവി ദൃശ്യം റീമേക്ക് ചെയ്ത സമയത്ത് അതിന്റെ അകത്ത് കാണുമ്പോൾ എനിക്ക് അത്ര ഒരു ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ട് തോന്നിയില്ല. പക്ഷെ അത് ജിത്തു ജോസഫിനെ പറഞ്ഞിട്ടുണ്ട്, തമിഴ് ഓഡിയൻസിന് കുറച്ചും കൂടി അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് കമൽ സാറിന്റെ ഫാൻസിന് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമുക്കത് കാണുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ ലാലേട്ടൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് കണ്ടിട്ട് അവിടെ വരുന്ന സമയത്ത് അത് കുറച്ചൊരു ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഒരു സുഖം കിട്ടിയില്ല എൻഡിലോട്ട് എന്നുള്ള. പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഗ്രേറ്റ്. അത് ഇതിന്റെ അകത്ത് ഒരു രക്ഷയില്ല. കാരണം ആ ഒരു കുട്ടീനെ കയ്യിലെടുക്കുന്ന സമയത്ത്, ആ മരിച്ച കുട്ടീനെ കയ്യിൽ അന്നേരം ഒരു ആളുടെ ഒരു മറ്റേ ഒരു പിടിച്ചിട്ടൊരു ഇതുണ്ട്. അത് ഞാൻ കണ്ടേക്കണേ ലാലേട്ടന്റെ കിരീടത്തിലേക്കാണ് പണ്ടത്തെ. അങ്ങനത്തെ ഒരു പെർഫോമൻസ്, ആ ഒരു സാധനം ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. എനിക്ക് കുറെ മൂവീസ് പറയുമ്പോൾ ബിക്കോസ് ആസ് ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് വിത്ത് ദിസ് മൂവീസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം കിരീടമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കണ്ടിട്ടില്ല. കുറെ വട്ടം കേട്ടിട്ടുണ്ട്. ഇല്ല ലാലേട്ടൻ ഏത് വർഷത്തെ മൂവി അത്? കിരീടം എനിക്ക് ഓർമ്മയില്ല. 90 ആ സമയത്ത് 90s തന്നെയാണ്. പക്ഷെ ലാലേട്ടന്റെ ആ ഒരു ആക്ടിങ് സ്റ്റൈൽ അങ്ങനെയാണ്. അതായത് നമ്മള് ലാലേട്ടൻ ചിലപ്പോ കരയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് കരച്ചിൽ വരും കാണുമ്പോൾ. ലാലേട്ടൻ ചിരിച്ചോണ്ടായിരിക്കും കരയുന്നുണ്ടാവുക. ഇപ്പൊ നമ്മളെ മറ്റേ സിനിമയിനകത്ത് എൻഡില് നമ്മള്
മാഗി മറ്റേ ഡയലോഗ് ഇല്ലേ ആ നമ്മുടെ dialogue, ആ സിനിമേന്റെ അകത്ത് എൻഡിലോട്ട് ലാലേട്ടൻ ആ ഡയലോഗ് പറയുമ്പോഴും ആ ഒരു സംഭവമാണ്. പെയിൻ ഉള്ളിലുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ചിരിച്ചോണ്ട് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സാധനം. ഇറ്റ്സ് മിക്സ് ഓഫ് ഇമോഷൻ. അതായത് എന്താ പറയാ, നമ്മൾ അതാണ് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അരച്ചിൽ വരും. നമുക്ക് ഭയങ്കരമായിട്ട് ആ ഡയലോഗ് ഡെലിവറി അങ്ങനെയാണ്. ബിക്കോസ് വി ആർ അഡ്മിറ്റിംഗ് ദാറ്റ് ആ ഒരു ക്യാരക്ടറിലൂടെ നമ്മൾ ജേർണി ചെയ്യാണ്. ബിക്കോസ് വി ആർ എക്സ്പീരിയൻസിങ് ഹിസ് ഇമോഷൻസ്. അങ്ങനെയാണ് നമുക്ക് ഇമോഷൻ വരിക. എന്നാലല്ലേ നമുക്ക് തോന്നുക വെൻ ദേ ആർ ഗെറ്റിംഗ് ദേ ആർ ബീങ് ഹാപ്പി, നമ്മളും ഹാപ്പി ആവും. അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മളെ ആവാഹിച്ചു അവിടെ ആ ക്യാരക്ടറിലേക്ക്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കണം ഭരതൻ എന്ന് പറഞ്ഞ മൂവിന്റെ അകത്ത് നമ്മളെ ലാലേട്ടൻ അവാർഡ് കിട്ടിയത്. കാരണം അതിന്റെ അകത്ത് സ്വന്തം ചേട്ടൻ മരിച്ചിട്ട് അത് വീട്ടിലാരെ അറിയിക്കാണ്ട് അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നൊരു അല്ല ആ ഒരു സംഭവം. അന്നേരം ആ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാം കടിച്ചമർത്തുന്നതല്ലേ, വികാരങ്ങൾ മൊത്തം കടിച്ചമർത്തിക്കൊണ്ട് ബിഹേവ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു സീൻ ഉണ്ട് കുറച്ച് നേരത്തേക്ക്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോവാം. പക്ഷെ ആ ഒരു ഇന്റർവൽ പാർട്ട് വരെയുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ, തേവർ മകൻ എന്ന് പറയുന്ന ആ ഒരു ആളിപ്പോ ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആ തീരുന്ന വഴികളെ നമ്മളെ കാണിച്ച രീതി എന്ന് പറയുന്നത് ഭയങ്കര രസത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് രേവതിയുടെ ഒരു എൻട്രി ആൻഡ് ഇൻട്രോ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയില്ല അവിടെ കട്ടഡ് ആണ് എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. എവറിത്തിങ് ഹാസ് ടു ജോയിൻ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ നമ്മള് ഫസ്റ്റ് ഈ വീഡിയോ ഇട്ടപ്പോ തന്നെ തേവർ മകൻ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് വന്നൊരു കമന്റ് ആയിരുന്നു, കിരീടത്തിലെ ലാലേട്ടനും തിലകൻ സാറിനെയും പോലെയാണ് ഏകദേശം ഇതിനകത്ത് നമ്മളെ ശിവാജി ഗണേശൻ സാറും അതുപോലെ തന്നെ കമൽ സാറും. കാരണം അച്ഛൻ മകൻ ആ ഒരു റിലേഷൻ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഒന്നും കൂടി, കാരണം എനിക്ക് തോന്നുന്നു കമൽ സാറിനെ കൂടുതൽ നമ്മൾ പറയുമ്പോൾ കുറെ ലാലേട്ടനായിട്ട് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നു, നമുക്ക് തോന്നും അറിയാണ്ട്. കാരണം രണ്ടുപേരും നാച്ചുറൽ ആക്ടിങ്ങിന്റെ ആൾക്കാരാണ് അല്ലെ. ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർക്ക് രണ്ടുപേർക്കും കുറെ കൊണ്ടുവരാൻ പറ്റും. രണ്ടുപേർക്കും ഡാൻസ് കളിക്കാൻ പറ്റും. പിന്നെ കെമിസ്ട്രി വിത്ത് ഹീറോയിൻസ് ഭയങ്കര രസമാണ്. അവര് അഭിനയിക്കുന്നു തോന്നൂല, ജീവിക്കുന്ന പോലെ ഉണ്ടാവും. കുറെ സ്ഥലത്ത് എവിടേക്കോ ഒരു സിമിലാരിറ്റി ഉണ്ട് അവര് തമ്മിൽ. എനിക്ക് പണ്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പോഴത്തെ കാലം അല്ലെ. പറയാൻ വിട്ടത്. ഓ ആള് പക്ക മറ്റേ ശിവാജി ഗണേശൻ സാറിന്റെ അതേ സ്റ്റൈലിന്റെ അല്ലേ, ചെടിയൊക്കെ പറിച്ച് ലണ്ടനിൽ എഡ്യൂക്കേഷൻ ലണ്ടനിലല്ലേ. கண்ணாடி கொண்டு இருக்க சக்தி வாசனை பார்த்தா மேப்படி கட்டுற மாதிரி தெரியுது. சரிதானே? பானுதான். ஐயா காலமானதை ஏன் அவர் தாமதமா சொன்னீங்கன்னு கோச்சு எழுதிருக்கு. கூடிய விரைவில் வராளா? ஹவுஸ்ல கொடுக்க வீட்டுல இருக்கிற மூத்தவர்களுக்கு மரியாதையை சொல்றா. சொல்லிட்டேன். சக்தி, நீ சொல்லிவிட்டேன்னு காலையில கல்லுவிட இறக்கி தர மாட்டேங்கிறாங்க. கை நடுங்கும் போது மட்டும் கொஞ்சம் அந்த வம்புதானே கூடாதுங்கிறது. சரி சரி, அன்னைக்கு வாக்கு கொடுத்துருக்கல நிறுத்தி காட்டுறாங்க. என் மானத்தை காப்பாற்றணும்னா நீங்க குடிக்காம இருக்கணும். இப்பதான் மூத்தவன் சொல்லியிருக்கேன், அதுக்குள்ள சின்ன அது எடு. അവിടെ തന്നെ കണക്ട് என்னவோ வெளி போட்டதும் அதுவே வினையா வந்து முடிஞ்சிருச்சு. வாசிக்கிறான். இந்த கருத பொண்ணா பிறக்காம பிள்ளையா பிறந்துச்சுன்னா போன்ற நான்கு காலத்தை எல்லாம் விவசாயிகள் கை விட்டு கொடுத்துருப்பேன். இது உங்க சொந்த நிலம் இல்லைங்க? சொந்த நிலமுங்க. 4 ஏக்கர். இவனுக்காக தான் பொத்தி காப்பாத்திட்டு வரேன். இவனுக்கு ஒரு கல்யாணத்தை பண்ணி விட்டேன்னா கேடு கேட்டா நானும் ஊரை விட்டே போயிடலாம் இருக்கேன். கண்ணு கட்டத்தோட ரோடு கிடக்கு. அவங்களுக்கு இல்லைன்னு சொல்ல வேண்டி கிடக்கு. காலங்காலமா ஒன்னா சேர்ந்து விவசாயம் பண்ணவங்க. அவங்க வயிற்றுச்சல் ஆகாங்க. ஐயா இருந்தாலும் நல்லா யோசிச்சு நல்லதே செய்யுங்க ஐயா. அவங்கதான் കുറച്ച് ചാടി നിൽക്കുന്ന ക്യാരക്ടറാണ്. நீ என்னமோ வேலை பாடல நின்றுட்டு அவங்கிட்ட கொஞ்சிட்டு இருந்தியாடாம. நாங்க பரம்பரை அத்துட்டு நிப்போம், நீ கோவத்துட்டு நிப்பியோ. അവിടെ വേല കിട്ടിയില്ലേ? സംസാരിച്ചതിന് പ്രശ്നം. என்ன என்ன தூக்கி அது அது எங்க அண்ணன் கிணறுல வந்து வாடாசி ஜாமீன் கூப்பிடுற மாதிரி சும்மா கேளா. ഇമോഷൻ വന്നു ഇനി. അണ്ണൻ വിളിക്കുന്നുണ്ട്.
അന്നം പോയില്ലേ, പോയ സ്ഥലത്തോട്ട് വിളിക്കുന്നത് അതുപോലെ തോന്നുന്നുണ്ട്. ആൾക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവും ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന്. പ്രായമായില്ലേ. யாரு? நான் தான் சக்தி. உங்க கூட கொஞ்சம் பேசணும், வரீங்களா? ആൾ അച്ഛനല്ലേ ഇത്? புரியா? யாராச்சும் வந்தா சொல்லு. ஐயா, ஊர் பிரச்சனை, அது விஷயமா உங்கள்கிட்ட பேசுறேன். என்கிட்ட பேசி என்ன தம்பி பேசணும்? பெரியவங்க கிட்ட எல்லாம் பேசணும். என்கிட்ட பேசினா தகராதான் வரும். தம்பி ஐயா, உங்கள்கிட்ட பிரச்சனையை பேச வரல, சம்மந்தம் பேச வந்திருக்கேன். இது உங்க பொண்ணுக்கு எங்க தரப்புல இருந்து ஒரு பையனை கட்டி கொடுக்கலாம்னு இருக்கேன். புரியுது ஐயா, நீங்க சொல்ற பதிலதான் வேலைக்கு அங்கிட்டு இருக்கிற விவசாயிகளோட வாழ்க்கை இறங்கிருக்கு. உங்க 4 ஏக்கர் தான் மெயின் ரோட் அடைய ஒரே வழி. நல்ல பதிலா சொல்லுங்க. என் தலையில போயிடும். ஐயா, உங்க தலைக்கு நான் பொறுப்பு. ஏதோ உங்க 4 ஏக்கர் எடுத்துட்டு போயிடணும் மாத்திரம் நினைக்காதீங்க. அதுக்கு பதிலா ஏரிக்கரை ஓரமா என்னோட 5 ஏக்கர் கொடுக்க நான் தயாரா இருக்கிறேன். எனக்கும் அங்கே பெரிய மரியாதை இல்லை தம்பி. இருந்தாலும் பயந்து வருதே. மாலை அம்மா கிட்ட ஒரு வார்த்தை கேட்டுக்கிட்டு அக்கா என்ன சொல்லுதோ அது அவர்கிட்ட எல்லாம் பேசுனீங்களா இது நடக்கவே நடக்காது. இப்ப முடிவு பண்ண நம்மளே முடிவு பண்றோம். நீங்க வாக்கு கொடுத்தா மீற மாட்டீங்கிற நம்பிக்கை எனக்கு இருக்கு. நான் பெரிய வருமா, என் வாக்குல உங்களுக்கு நம்பிக்கை இருக்குல்ல? எப்போ? முனியா ஐயா, கூடிய சீக்கிரமே. நான் சொன்ன எங்க தரப்பு பையன் வந்தேன். உங்கள்கிட்ட சொன்னதெல்லாம் ஐயாட்ட சொல்லிட்டேன். உனக்கு சமாதானம் ஐயாட்ட சொல்லு. ஐயா உத்தரவு போட்டா மீற முடியுங்களா? சரிங்க ஐயா. മാരേജ് ഓ ആ ആ. പക്ഷെ കമൽ സാർ അല്ല തോന്നുന്നു. വേലി വിളിക്കാൻ. ഓ അപ്പൊ അവർക്ക് കിട്ടിയാന്നല്ലോ. ആ അപ്പൊ മറ്റേ പ്രശ്നം കുറഞ്ഞു കിട്ടും. പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് രേവതിയുടെ കുറച്ചുകൂടെ ഒറ്റ ക്യാരക്ടർ അല്ലേ, ഒരു നാടൻ ക്യാരക്ടർ. പക്ഷെ കമൽ സാറിന്റെ കൂടെയുള്ള ഒരാളെ വെച്ചിട്ടാണ് കെട്ടിക്കാൻ. അടിക്കായി തലയില് ആളുടെ ബുദ്ധി വെച്ചിട്ട് അത് ചെയ്തത്. അതാണ് പഠിപ്പിന്റെ ഒരു സംഭവം. അതവിടെ വേലിക്ക് പിടിച്ച് നിന്നായിരുന്നില്ലേ കുറച്ചു നേരം, ആലോചിച്ച അതാണ് പ്ലാന്. വക്കീലിനെ കൂട്ടുന്നില്ല. അത് ഭയങ്കര എന്റർടൈനിങ് മോഡിപ്പോ. ഒരു മലയാളം പടം ഫീൽ ഉണ്ടല്ലോ എനിക്ക് തോന്നി ഈ പാട്ട് വന്നപ്പോ. മലയാളത്തിൽ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് സോങ് ഒക്കെ ഉണ്ട്. വിഷ്വൽ കാണിക്കുന്നുണ്ടോ? ഓ ഭംഗിയല്ലേ കാണാനായിട്ട്. എല്ലാ കളേഴ്സ് അതിനകത്ത് ആഡഡ് ആണ്, അറിയോ? இப்போ மாலை கொண்டு வர ஒரு கை 2 மாலையா? മറ്റേ വടിവേലിന് മറ്റേ ഇതാണല്ലേ, ഇതിനകത്ത് അധികം കോമഡി റോളല്ല, കറക്റ്റ് ആയിട്ട്. പോലീസ് വരുന്നുണ്ടല്ലോ. ഓ പ്രൊട്ടക്ഷൻ. நீங்க இருக்கும்போது ப்ராப்ளம் இல்லைங்களே. കാരണം വേലി വെളുത്തല്ലേ ഒരു കല്യാണം കഴിക്കുന്നേ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. கோயில்ல கல்யாண ஏற்பாடு பிரமாணம் நடந்துட்டு இருக்கு. பாட வேடிக்கை என்ன, மேலதாளம் என்ன, அமக்கல் பண்றது. அது மட்டும் இல்ல, பொருளாதாரோடு போலீஸ் துப்பாக்கியோட வந்திருக்கா. கல்யாணம் நடந்தது வருடம் துப்பாக்கிய வாயில வச்சு சுட்டுக்க சொல்லு. ஐயா உங்களுக்கு ஐயா போயிட்டாயா? എന്തോ ഒരു സംഭവം. നാസർ അവിടെ ഭയങ്കര കൂളാണ്. സംതിങ് ഹീസ് പ്ലാൻഡ്. சத்தமா படி, படிங்க.
பொருந்திய சக்திவிலையா சமூகத்திற்கு முனியன் அநேக நமஸ்காரங்களுடன் எழுதுவது என்னை ஒரு பொருட்டாய் கருதி திருமணம் செய்து வைக்கும் உங்கள் நல்ல குணத்திற்கு என்று நான் உண்மையாக இருப்பேன். ஆனால் நான் சந்தோஷமாய் வாழ முடியுமா என்பது சந்தேகம். கல்யாண பெண்ணுக்கு தாலியை பணைய வைக்கும் தைரியம் இருக்கலாம், ஆனால் எனக்கு என் தலையை பணைய வைக்கும் தைரியம் கிடையாது. பணக்காரர்களுக்கு ஈடாக செயல்பட எனக்கு அந்தஸ்தும் இல்லை. മറ്റയാള് മുങ്ങി മുക്കിയതായിരിക്കും ചിലപ്പോ പൈസ കൊടുത്തിട്ട്. இப்படிக்கு தம்பி முனியன் അല്ല പേടിപ്പിച്ചിട്ടുണ്ട് കുറെ, അതാണ് அற்புதமா பண்ணிவிட்டீங்க. തല 4 பேருக்கு மத்தியில அவன் தான் மாப்பிள்ளை கூத்தாடி சொல்லிட்டேன். மரணமே போச்சேன். இப்ப நான் எங்கிட்டு போறேன்? ஐயா ஐயா பதறாதீங்க. பதறாம என்ன பண்றது? வேலையை தந்து விட்டுட்டேன். நான் என்னோட தீராத பணியை வாங்கி கட்டிட்டேன். நான் எங்கிட்டு போறேன்? நான் கூப்பிட்டேன் வர சொல்லுங்க. ஐயா இந்த கல்யாணம் நடக்க. ஐயா குப்பாடி என் பொண்ணை கட்டி வைக்கிற தயாரா இல்ல. நீங்களே வழி வந்து என் பொண்ணை கட்டிங்க. இப்ப திடீர்னு குப்பாடி கட்டி வைக்கிறேன்னு சொல்றீங்களே, அவன் அங்கே வேலை செய்ய வச்சு ஓடி போக மாட்டாங்க. என்ன விஷயம்? பணக்கார வீட்டு சண்டைகளை தலையிடத்துக்கு எவனுக்கு யா தகுதியும் இருக்கு? இனிமே என் பொண்ணை எவன் கட்டிக்கு போறான்? பெரிய தேவர் மகனாச்சே, மோசம் பண்ண மாட்டீங்கன்னா உங்க நம்பி வந்து பாருங்க. என்னைக்கு சொல்றாங்க அடிக்கணும். ഓ ഇപ്പൊ പ്രശ്നമായില്ലേ? തുറന്നോണ്ട് മറ്റവരുടെ പകയുണ്ട്. ഇവർക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല ഇവിടെ. நீ மட்டும் தனியா போய் சாகணுமா? நானும் தான் சாகணும். யோசிச்சா செய்யலாம். யோசிச்சு என்ன பண்றது? எவனுக்கே தைரியம் இருக்கு என் பொண்ணு கட்சிக்கிறேன்? முறைய கையாசி தாயா இந்த ஊர்ல இருக்கிற தைரியத்துக்கு ஒரு உதாரணம். ஆமா ஐயா நாங்க பாதுகாப்பு கொடுக்குறோம். என்ன பாதுகாப்பு? ஒரு நாள் கொடுத்துருங்க, 2 நாள் கொடுத்துருங்க, அப்புறம் மாய என் கிணத்துல வாங்கிட போறான். அப்புறம் என் பொண்ணு கிணத்துலயோ குளத்துலயோ வந்து சாக போறான். இதுதான் வைக்க போகுது. இதை ஊருக்கே சொல்லிவிட்டேன். நல்லா சபையை கூட்டி என் மானத்தையும் வாங்கி இதையும் சொல்ல வச்சு விட்டீங்க. ஐயா ரொம்ப சந்தோஷம் ஐயா. பெரிய தேவர் மகனே, உங்களை நம்பி வந்த பாருங்க, எனக்கு இது வேண்டியதுதான். ஐயா நில்லுங்க நில்லுங்க. ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ. நான் செஞ்சு தப்புட்டேன். ஊர் நல்லா இருக்கிறதுக்காக இன்னொருத்த தியாகம் செய்ய சொல்றது தப்புட்டேன். நான் எங்க ஐயா மாதிரி கொடுத்த பக்கம் மீற மாட்டேன். ஐயா அந்த பிள்ளை கூட்டியால 4 பேருக்கு மத்தியில் வச்சு அவமானப்படுத்தணும்னா அந்த மாயனை ஜெயிச்சு காட்டணுங்கிறதோ என்னுடைய ஆசை இல்லை. 4 ஏழை விவசாயிங்க சந்தோஷமா இருக்கணுங்கிறதுக்காக வேலைய தொடர்ந்து விட இதை செஞ்சேன். ஐயா எனக்கு மாநில மாதிரி சூழ்ச்சி தெரியாதுங்க. ஐயா അപ്പുറത്തെ മായനെ പോലെ അല്ലല്ലോ. ஆத்தா எல்லாரும் கூட கேப்பா இல்லாம இப்படி சீரழிச்சுட்டாருன்னு சொன்னீங்கல்ல, அப்படி இல்லை. நான் இருக்கேன். பெரியதவர் மகன், நான் கேட்கிறேன். என்னை கல்யாணம் கட்டிட்டு உனக்கு இஷ்டமிட்டா? ചോദ്യം ചോദിച്ചു ഡയറക്റ്റ്. നീ சொல்லு. ഓ അങ്ങനെയാ കല്യാണം കഴിക്കുന്നേ. ഓ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മാരേജ് സിറ്റുവേഷൻ ആയിരുന്നു വന്നത്. അത് നാടിന് വേണ്ടിട്ടല്ലേ ചെയ്തത്. അഗൈൻ നാടിനെ അച്ഛനെ പോലെ തന്നെ. നാസറിത് പൊളിക്കാനല്ലേ നോക്കിയത്? പൊളിക്കാൻ മനഃപൂർവ്വം ചെയ്താണോ ഡൗട്ട് ഉണ്ട്. ഇയാൾക്ക് മഹാഭാഗ്യല്ലേ ഇട്ടേക്കുന്നത്. ഓ നല്ല ഷോട്ട്. ആ ഒരു സൈഡ് വെച്ചുണ്ട്. ബാക്കി ഈ ഷോട്ട് കുറെ മലയാളം മൂവീസിൽ കാണിക്കാറുണ്ട് കേട്ടോ. മറ്റേതല്ലേ ആ ടെമ്പിളിൽ വെച്ച് മാരേജ് എടുക്കുന്നല്ലേ പറഞ്ഞേ?
പറയട്ടെ. ഓ ആൾക്ക് മറ്റേ ഒരു ചെറിയൊരു ഇത് ഉണ്ടാവില്ലേ, ഒരു ചീറ്റ് ചെയ്തൊരു ഫീല്. പൊങ്കിടും